എ വി ജയശങ്കർ കൂടി പത്തനംതിട്ടയിൽ ചേരുന്നു. ജയശങ്കർ, കഴിഞ്ഞ ദിവസം ഒരു തദ്ദേശ സംവാദം അവിടെ ഉണ്ടായിരുന്നു. വളരെ മനോഹരമായി, വളരെ ഗംഭീരമായി മുന്നണികൾ അതിൽ പങ്കെടുക്കുകയും ചെയ്തതാണ്. അവിടെ താഴെത്തട്ടിൽ ഇപ്പോൾ എൻ്റെ 11ാം വാർഡാണ്, ഞങ്ങളുടെ വാർഡിലടക്കം അവിടെ സ്ഥാനാർത്ഥി നിർണ്ണയമൊക്കെ ഏതാണ്ട് പൂർത്തിയായിട്ടുണ്ട്. പത്തനംതിട്ട ജില്ലയിൽ പൊതുവെ എങ്ങനെയാണ് സ്ഥാനാർത്ഥി നിർണ്ണയം പ്രശ്നമില്ലാതെ പൂർത്തിയാക്കാൻ കഴിയുന്നുണ്ടോ മുന്നണികൾക്ക്? ജയശങ്കർ. ആശ്മി, പത്തനംതിട്ട ജില്ലയെ സംബന്ധിച്ച് തെരഞ്ഞെടുപ്പ് ഒരുക്കങ്ങൾ അതിവേഗം മുന്നേറുകയാണ്. ഇടത് വലത് മുന്നണികൾ വലിയ പ്രതീക്ഷ വയ്ക്കുന്ന ഒരു ജില്ലയാണ് പത്തനംതിട്ട എന്ന് പറയുന്നത്. പണ്ട് UDFിൻ്റെ പൊന്നാപുരം കോട്ടയായിരുന്നു പത്തനംതിട്ടയെങ്കിൽ ഇന്ന് ജില്ലയിൽ ഏറെക്കുറെ ഇടങ്ങളിലെല്ലാം തന്നെ ഭരണം ഇടത് പക്ഷത്തിനാണ്. ഒപ്പം BJPക്കും പത്തനംതിട്ട സംബന്ധിച്ച് വലിയ വോട്ട് ബാങ്കുള്ള ആളുകളുള്ള ഒരു ഇടമാണ്. കേരളത്തിൽ BJP ഭരിക്കുന്ന 2 നഗരസഭകളിൽ ഒന്ന് അത് പത്തനംതിട്ടയിലാണ്, പന്തളം നഗരസഭയാണ്. അപ്പോൾ BJP സംബന്ധിച്ച് പന്തളത്തെ നഗരം ഭരണം നിലനിർത്തുക, ഒപ്പം തന്നെ കൂടുതൽ ഇടങ്ങളിലേക്ക് ആ ഭരണ സ്വാധീനം കൊണ്ടുപോകുക എന്നൊരു ലക്ഷ്യം BJPക്കുണ്ട്. അതുമായി ബന്ധപ്പെട്ട് താഴെത്തട്ടിലാണ് BJPയുടെ പ്രവർത്തനങ്ങളും പ്രചാരണങ്ങളും. UDFിനെ സംബന്ധിച്ച് ജില്ലയിലെ പഴയ ആധിപത്യം, സ്വാധീനം അത് തിരിച്ചുപിടിക്കുക, ഉറപ്പിക്കുക എന്ന ലക്ഷ്യത്തോടു കൂടിയാണ് UDF ജില്ലയിൽ പ്രവർത്തിക്കുന്നത്. കോൺഗ്രസിൻ്റെ നേതൃത്വത്തിലാണ് പ്രവർത്തനങ്ങൾ, പരിപാടികൾ മുന്നോട്ട് പോകുന്നത്. ഇടതു മുന്നണിയെ സംബന്ധിച്ച് നിലവിലെ ആധിപത്യം നിലനിർത്തുക, ഒപ്പം തന്നെ അവർ നേരിടുന്ന ഒരു വെല്ലുവിളി CPIയുമായുള്ള കലഹമാണ്. വിവിധയിടങ്ങളിൽ ജില്ലയിൽ പല ഭാഗങ്ങളിൽ ഇടതു മുന്നണിക്കുള്ളിൽ പ്രശ്നങ്ങളുണ്ട്. അത് ഇടതു മുന്നണിയിലെ മുഖ്യ കക്ഷികളായ CPIയും CPIഎമ്മും തമ്മിലാണ്. പ്രാദേശികമായുള്ള ഈ കലഹങ്ങൾ പരിഹരിച്ച് മുന്നോട്ട് പോവുക എന്നതാണ് ഇടതു മുന്നണിക്കുള്ളിലെ ഈ തെരഞ്ഞെടുപ്പ് കാലത്തെ വെല്ലുവിളി. പക്ഷേ അപ്പോൾ പോലും ഇടതു മുന്നണിക്ക് ജില്ലയിൽ നിലവിലെ വോട്ട് വിഹിതം എടുക്കുമ്പോൾ, ഭരിക്കുന്ന നഗരസഭകൾ എടുക്കുമ്പോൾ, ബ്ലോക്ക് പഞ്ചായത്തുകൾ എടുക്കുമ്പോൾ എല്ലാം തന്നെ ഒരു കൃത്യമായ എഡ്ജ് ഇടതുപക്ഷത്തിനുണ്ട്. 4 നഗരസഭകളിൽ LDF 2 ഇടങ്ങളിൽ ഭരിക്കുന്നു. പത്തനംതിട്ട നഗരസഭ, ഒപ്പം തന്നെ അടൂർ എന്നിവ LDF ഭരിക്കുന്നു. UDF തിരുവല്ല നഗരസഭയും BJP പന്തളം നഗരസഭയും ഭരിക്കുന്നു എന്നതാണ് നിലവിൽ ഈ നഗരസഭകളുടെ അവസ്ഥ. ഈ ഡിവിഷൻ ബ്ലോക്ക് പഞ്ചായത്തുകൾ എടുത്താലും 6 LDFും 2 UDFും ഭരിക്കുന്ന സാഹചര്യമാണുള്ളത്. ജില്ലാ പഞ്ചായത്ത് ഡിവിഷനുകളിലും 53 ജില്ലാ പഞ്ചായത്തുകളിൽ 31 LDFും 19 UDFും 3 NDAയും നിലവിൽ അവരുടെ ആളുകളാണ് വിജയിച്ചിരിക്കുന്നത്, അവർ ഭരിക്കുന്ന ഇടങ്ങളാണ്. എന്തായാലും നിലവിൽ ഇടത് വലത് മുന്നണികളെ സംബന്ധിച്ച് പത്തനംതിട്ട ഏറെ നിർണായകമാണ്. കാരണം നിയമസഭാ തെരഞ്ഞെടുപ്പിലേക്ക് പോകുമ്പോൾ UDF ജില്ലയിൽ പഴയ ആധിപത്യം നിലനിർത്തണം എന്ന ഉദ്ദേശത്തോടുകൂടി കൂടുതൽ നിയമസഭാ മണ്ഡലങ്ങളിൽ കരുത്തരായ സ്ഥാനാർത്ഥികളെ ഇറക്കും. അതിന് മുന്നോടിയുള്ള സെമി ഫൈനൽ എന്ന നിലയിൽ തന്നെയാണ് UDF ഇതിനെ കാണുന്നത്. അതുകൊണ്ട് തന്നെ നിലവിൽ ഏറെക്കുറെ സ്ഥാനാർത്ഥി തീരുമാനങ്ങളെല്ലാം തന്നെ ഏറെക്കുറെ ജില്ലയിൽ എല്ലാ മുന്നണികളും പാലിച്ചു കഴിഞ്ഞു. ഏറെക്കുറെ സ്ഥാനാർത്ഥികളുടെ കാര്യത്തിൽ തീരുമാനമായി. വരും ദിവസങ്ങളിൽ, വരും മണിക്കൂറുകളിൽ തന്നെ സ്ഥാനാർത്ഥികളുടെ ഫ്ലക്സ് ബോർഡുകൾ ജില്ലയിൽ ഉയരും. എന്തായാലും വലിയ പ്രതീക്ഷയിലാണ് എല്ലാ മുന്നണികളും. എല്ലാവർക്കും കൃത്യമായ ഹെഡ്ജുള്ള, ഹോൾഡുള്ള പ്രദേശങ്ങൾ ഈ പത്തനംതിട്ട ജില്ലയിലെ പല ഭാഗങ്ങളിലുമുണ്ട്. പക്ഷേ പൊതുവിൽ ചിത്രം പരിശോധിക്കുമ്പോൾ ജില്ലയിൽ ആധിപത്യം ഇടതു മുന്നണിക്കാണ്. മുമ്പ് ജില്ലയെ നയിച്ചിരുന്ന UDF 2ാം സ്ഥാനത്താണ്. BJP തൊട്ടുപുറകിലുണ്ട്. BJP താഴെത്തട്ടിൽ ഗ്രൗണ്ട് വർക്കുമായാണ് കൂടുതൽ ഇടങ്ങളിലേക്ക് ആധിപത്യം എന്ന ലക്ഷ്യത്തോടു കൂടി മുന്നോട്ട് പോകുന്നത്. ആശു, ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.